ആനയെ ഇവിടുന്ന് തുരത്തണം എന്നുള്ളതാണ് സമരവുമായി മുന്നോട്ട് വെച്ചിട്ടുള്ള ആദ്യത്തെ ആവശ്യം. ആ ആവശ്യം പൂർണ്ണമായിട്ടും DFO അംഗീകരിച്ചിട്ടുണ്ട്. നാളെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡ്രൈവ് തുടങ്ങുമെന്നുള്ളതാണ് DFO പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ ആവശ്യം നമ്മൾ ഉന്നയിച്ചിട്ടുള്ളത്, ആ കുടുംബത്തിന് 3 പെൺമക്കളാണുള്ളത്. ഈ മരിച്ച ആളുടെ 3 പെൺമക്കളാണുള്ളത്. അതിൽ 2 പേരുടെ കല്യാണം കഴിഞ്ഞു പോയിട്ടുണ്ട്, ഒരാൾ കല്യാണം കഴിക്കാനുണ്ട്. അവരുടെ ഭർത്താവാണെങ്കിലും നിത്യരോഗിയാണ്. അപ്പൊ അവർക്ക് ഗവൺമെന്റ് കൊടുക്കുന്ന ഈ 10 ലക്ഷം രൂപ പോരാ എന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. 30 ലക്ഷം രൂപയാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടുള്ളത്. ആ 30 ലക്ഷം രൂപ മന്ത്രി തലത്തിലുള്ള തീരുമാനത്തിനനുസരിച്ചിട്ട് ചെയ്യുമെന്നുള്ളതും. സുഹൃത്തുക്കളെ, നമ്മുടെ വയനാട് പുത്തുമലയില് ഇന്നൊരു ആനയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അതിഭീകരമാണ് ആ ഒരു ആക്രമണം, ഒരു സംശയമില്ല. നമ്മളെ മുഴുവൻ ഞെട്ടിപ്പിക്കുന്ന ഒരു ആക്രമണം തന്നെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. ആക്രമണത്തിന്റെ വാർത്തയിലേക്കാണ്. വയനാട് പുത്തുമല കാശ്മീരിലാണ് കാട്ടാനി ആക്രമണത്തിൽ ഇതാ ഒരാൾ കൊല്ലപ്പെട്ടു എന്ന വളരെ സങ്കടകരമായ ഞെട്ടലുണ്ടാക്കുന്ന വാർത്ത വരുന്നത്. പ്രദേശവാസിയായ ജെസ്സിയാണ് മരിച്ചത്. ജെസ്സിയും ആ ഒരു പ്രദേശത്ത് തന്നെ താമസിക്കുന്ന ജെസ്സി എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് മരിച്ചത്. അവര് ഭർത്താവുമായിട്ട് ബൈക്കിൽ പോകുമ്പോഴാണ് അത്ര ഈ ഒരു അപകടം ഉണ്ടായത്. അവിടെ ഏറെക്കാലമായിട്ട് ആ നാട്ടുകാർക്ക് ശല്യമായി കൊണ്ടിരിക്കുന്ന ഒരു ആനയാണത്രേ. അതിനെ തുരത്തണമെന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി എന്ന് പറയുന്നു. ഇത്ര കാലമായിട്ട് തുരത്തിയിട്ടില്ല. ഇപ്പോൾ അവർ മരണപ്പെട്ടതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ അവിടെ ഗംഭീര പ്രതിഷേധ പ്രകടനം നടക്കുകയാണ്. ആ പ്രതിഷേധ പ്രകടനത്തിൽ അവർ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. എനിക്ക് പറയാനുള്ളൂ, ഇത്ര നേരം ഈ പറയാൻ 5 ലക്ഷം ഒന്നും ഞങ്ങൾക്ക് ഒന്നും ആവൂല. ഞങ്ങൾക്ക് ആ കുട്ടികൾക്ക് നീതി കിട്ടണം. മരിച്ച പോയ ആ പെണ്ണിന് നീതി കിട്ടണം. പൈസ ആണെങ്കിലും വേണ്ടില്ല. 5 ലക്ഷം രൂപ DFIക്ക് ഞങ്ങൾ കൊടുക്കാം. ഞങ്ങളെ നാട്ടിൽ ഇറങ്ങി പിരിച്ച ആരും ഞങ്ങളെ കൈവിടൂല. 5 ലക്ഷം ഞങ്ങൾക്ക് കിട്ടും. DFIക്ക് ഞങ്ങൾ കൊടുക്കാം 5 ലക്ഷം. ആ ആളങ്ങോട്ട് തരട്ടെ. മനുഷ്യനെ ഇവിടെ നേക്കാൻ ആളില്ല. മൃഗങ്ങളെ സംരക്ഷിക്കാൻ ആൾക്കാരുണ്ട്. മൃഗങ്ങളാണോ വേണ്ടത് ഇവിടെ? സുഹൃത്തുക്കളെ, മനുഷ്യനെ മേയ്ക്കാൻ ഇവിടെ ആളില്ല, മൃഗങ്ങളെ സംരക്ഷിക്കാൻ ആളുകളുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ പിണറായി വിജയൻ ഭരിക്കുന്ന കാലഘട്ടം മുതലേ ഈ ഒരു വിഷയം നടക്കുന്നുണ്ട്. ആനകളുമായി ബന്ധപ്പെട്ട, കാട്ടുമൃഗങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം നടക്കുന്നുണ്ട്. എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം? നമ്മുടെ കേരള ഗവൺമെന്റിന് ഇതിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. കാരണം ഈ വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങൾക്ക്, വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാനോ, അതൊരു മനുഷ്യർ ഉപദ്രവിക്കുന്ന മൃഗമായതുകൊണ്ടോ, നായ്ക്കളോ പട്ടികളോ എന്തോ ആയിക്കോട്ടെ, കാട്ടുപന്നി പോലും ആയിക്കോട്ടെ, അതിനൊക്കെ ഒഴിവാക്കാനോ അതിനെ കൊന്നുകളയാനോ നമ്മുടെ കേരള ഗവൺമെന്റ് തീരുമാനമെടുക്കാനോ ഒരു കഴിവില്ല. ഇതിനെല്ലാം ഒരു തീരുമാനം കെടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിലാണ്. അതുകൊണ്ട് നമുക്കിതിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നറിയാം. പക്ഷെ ഇങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയാതിരുന്നിട്ടും ഈ പിണറായി വിജയൻ കാലഘട്ടത്തിൽ ഇത്തരത്തിൽ ആനകളും മറ്റും ആക്രമിക്കപ്പെടുമ്പോൾ അപ്പോൾ തന്നെ രാജിവെക്കണം, നമ്മുടെ വനം വകുപ്പ് മന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞിട്ട് ഗംഭീര പ്രസംഗം ഉണ്ടാവാറുണ്ട്. നോക്കൂ, ഇവർ അധികാരത്തിൽ കയറി ഇപ്പോൾ 26-25 വയനാട്ടില് ഇപ്പോഴിതാ ഒരു അപകടം നടന്നിരിക്കുന്നു. ഇതിനു മുമ്പ് 24/5/26 മലയാറ്റൂരില് 2ാമത്തെ മരണം. നോക്കി, ഇവർ അധികാരത്തിൽ കയറി വന്നതിന് ശേഷം ഈ കാടുമായി ബന്ധപ്പെട്ട് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ 2 മരണമാണ് സംഭവിച്ചിരിക്കുന്നത് UDFന്റെ ഭരണത്തിൽ. ആരും രാജിവെക്കണ്ടേ? ചർച്ച ഒന്നും കാണാനില്ലല്ലോ. സോഷ്യൽ മീഡിയയിലാവട്ടെ, നമ്മുടെ മാധ്യമങ്ങളിലാവട്ടെ, ഓൺലൈൻ മാധ്യമങ്ങളാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ റിപ്പോർട്ടർ എന്നും ഏഷ്യാനെറ്റ് എന്നും മലയാള മനോരമ എന്നും ഇരുട്ടിൽ ചർച്ച ചെയ്യുന്ന മീഡിയ 1 എന്നൊക്കെ പറയുന്ന ഒരുപാട് ചാനലുകളില്ലേ? ഒരു ചാനലിലും ഗംഭീരമായിട്ടുള്ള 24-ലൊന്നും ഈ ചർച്ച ഒന്നും കാണാനില്ലല്ലോ. ഇരുട്ടുമുറി ചർച്ച ഒന്നും കാണാനില്ലല്ലോ. വനമന്ത്രി ഇപ്പൊ തന്നെ രാജിവെക്കുക എന്ന് പറഞ്ഞിട്ട് ഈ വനമന്ത്രിക്കെതിരെ ഗംഭീരമായിട്ടുള്ള പ്രതിഷേധ പ്രകടനം മറ്റൊക്കെ ഉണ്ടാവേണ്ടതല്ലേ? കാണാനില്ലല്ലോ. ആരും രാജിവെക്കണ്ടേ? UDFകാരായി കഴിഞ്ഞാൽ ഇതൊക്കെ സാധാരണ സംഭവമാണ്. ഇതൊന്നും ഞങ്ങളെ കയ്യിൽ പെടുന്ന കാര്യമില്ല. ഈ ആനകളൊക്കെ ഇങ്ങനെ നിയന്ത്രിക്കേണ്ടതും മറ്റൊക്കെ കേന്ദ്ര ഗവൺമെന്റാണ്, ഞങ്ങളല്ല എന്ന് പറയുകയും അത് LDF ആണുമ്പോൾ അത് ആ ഒരു LDF മന്ത്രി രാജിവെക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു താപ്പ് ആണ് നമുക്കൊന്നും മനസ്സിലാകാത്തത്. കൃത്യമായിട്ട് ഇപ്പോ ഈ ഒരു പെൺകുട്ടി, ഈ ഒരു സ്ത്രീ മരിച്ചതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഇതാ കിടക്കണം. ഇനി മന്ത്രിയെ കണ്ടില്ല എന്ന് വെക്കണ്ട, ഈ മന്ത്രി രാജിവെക്കേണ്ടതല്ലേ? ഈ രീതിയിലൊക്കെ വയ്ക്കുക മന്ത്രി രാജിവെക്കേണ്ടത് തീർച്ചയായിട്ടും രാജിവെക്കണം. രാജിവെക്കാത്ത? ആ രാജിവെക്കാൻ വേണ്ടി പ്രതിഷേധ പ്രകടനങ്ങളും മറ്റൊന്നും ശക്തമായിട്ട് കാണാനില്ലല്ലോ. കശ്മീർ സ്വദേശി, നമ്മുടെ വയനാട് കശ്മീർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടുത്തെ സ്വദേശിക്കാണ് ഈ ഒരു അപകടം സംഭവിച്ചിട്ടുള്ളത്. രാജിവെക്കൽ സമരങ്ങളൊക്കെ നടക്കണ്ടല്ലേ? നടക്കുന്നില്ലല്ലോ. അപ്പോ ഇതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം.
ഇപ്പോഴാ നാട്ടുകാർ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു, എന്താണ്, ആ വീട്ടിലത്തെ ഒരാൾക്ക് ജോലി വേണം, സർക്കാർ ജോലി കൊടുക്കണം. ഇതൊരു സർക്കാർ സിസ്റ്റത്തിന് നെഗ്ലിജൻസ് കൊണ്ട് സംഭവിച്ചതാണ്. നോക്കൂ, ഇപ്പോൾ ഇന്നൊരു പെൺകുട്ടിക്ക് ജോലി കൊടുത്തിട്ടുണ്ട്, ഹർഷിന എന്ന് പറയുന്ന പെൺകുട്ടിക്ക്. തീർച്ചയായിട്ടും അവരതിന് അർഹ തന്നെയാണ്. അത്രയ്ക്ക് ഭീകരമായിട്ടുള്ള സർക്കാർ നെഗ്ലിജൻസ് ആണ് സംഭവിച്ചിട്ടുള്ളത്, അല്ലേ? വയറ്റിനുള്ളിൽ കത്രി കുടുങ്ങിയിരിക്കുന്നു. എന്ത് ഡോക്ടർമാരാണ് അതൊക്കെ? കള്ളുടിച്ചിട്ടാണ് ഈ ഓപ്പറേഷൻസ് നടത്തുന്നത്. എന്തായാലും ആ വേദനയൊക്കെ സഹിച്ച് എന്നാൽ പിന്നീട് ആ ഒരു കത്രിയൊക്കെ റിമൂവ് ചെയ്യുന്നു. ഇപ്പോഴതാ അവർക്ക് ജോലി വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഇന്നു മുതൽ അവർ സർക്കാർ സർവീസിൽ ജോലി ചെയ്യാൻ പോവുകയാണ്. PSC പഠിച്ച ആൾക്കാരൊക്കെ വേറെ വല്ല പണിക്കും പോയിക്കോട്ടെ. സംഗതി അവിടെ എടുക്കട്ടെ. എന്തായാലും അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ നാട്ടുകാർ ആവശ്യപ്പെടുന്ന അതാണ്, ജോലി ആവശ്യമാണ്. തീർച്ചയായിട്ടും കൊടുക്കണം, 100% ജോലി കൊടുക്കണം. കാരണം ഇങ്ങനൊരു മെഡിക്കൽ നെഗ്ലിജൻസ് നടന്ന ആ ഒരു പെൺകുട്ടിക്ക് ജോലി കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട് എങ്കിൽ, ഗവൺമെന്റ് എങ്കിൽ എന്താണ്, തീർച്ചയായിട്ടും ഇവർക്കും ജോലി കൊടുക്കേണ്ടതാണ്, അല്ലേ? അവകാശമുള്ളതല്ലേ? 100% അവകാശമുണ്ട്. നോക്ക്, ശക്തമായിട്ടാണ് അവിടുത്തെ സ്ത്രീകൾ സമരത്തിന് ഇറങ്ങിയിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഗംഭീരമായിട്ട് അവര് പ്രതിഷേധവും മറ്റുമായിട്ടൊക്കെ ഇറങ്ങിയിരിക്കുന്നു. എന്തൊക്കെയായാലും നമ്മൾക്ക് ഇനി മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ മെഡിക്കൽ നെഗ്ലിജൻസിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലൊക്കെ ജോലി നൽകുകയാണെങ്കിൽ ഈ ഒരു കുടുംബത്തിന് ജോലി നൽകേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ ഒരു 5 ലക്ഷം രൂപയാണ് ഇത്ര DFI പ്രഖ്യാപിച്ചത്. 5 ലക്ഷം രൂപ എന്ത് തേങ്ങണ്ടവന്? എന്തായാലും അവർ 30 ലക്ഷം ആക്കണം എന്ന് പറഞ്ഞ് ഇപ്പോൾ 10 ലക്ഷമായിട്ട് കൂട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. 30 ലക്ഷം ആക്കണം എന്നാണ് ഇപ്പോൾ സമരക്കാരുടെ ആവശ്യം. ആ ഒരു സമരക്കാരുടെ ആവശ്യത്തിലേക്ക് കാര്യങ്ങളൊക്കെ എത്തുമോ ഇല്ലയോ എന്നൊക്കെ നമുക്കൊക്കെ കാത്തിരുന്ന് കാണാം സുഹൃത്തുക്കളെ. അപ്പോൾ ഇതാണ് സിസ്റ്റം. ഇതിൽ നമുക്ക് ഒരു തരത്തിലും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇതിൽ VD സതീശൻ അധികാരത്തിൽ കയറിയതിൻ്റെ ഭാഗമായിട്ട് ആനിറങ്ങിയൊന്നല്ല. VD സതീശൻ അധികാരത്തിൽ കയറിയതിൻ്റെ ഭാഗമായിട്ടല്ല ആനിറങ്ങിയിട്ടുള്ളത്. അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അതൊക്കെ ശരിയാണ്. പക്ഷേ അപ്പോഴൊക്കെ അതുപോലെ തന്നെ പിണറായി വിജയൻ അധികാരത്തിൽ കൊണ്ട് പിണറായി വിജയനുള്ള സ്നേഹം കൊണ്ട് ആനിറങ്ങുമെന്നല്ല. ഇത് സ്വാഭാവികമായിട്ടുള്ള പ്രവർത്തനമാണ്. പലവിധ പ്രശ്നങ്ങൾ, സാമൂഹ്യ പ്രശ്നങ്ങളൊക്കെ ഇതിന്റെ പുറകിലുണ്ട്. ഈ നാട്ടിലേക്ക് ഇറങ്ങുന്നതിന് പലവിധ സാമൂഹ്യ പ്രശ്നങ്ങളുണ്ട്. വനവുമായി ബന്ധപ്പെട്ട്, നമ്മുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിന് ഭാഗമായിട്ട് ഇറങ്ങും. ഇവിടെ നടക്കുന്ന വിഷയം ഇത് മാത്രമേ ഉള്ളൂ. പിണറായി വിജയന്റെ കാലഘട്ടത്തിൽ ഇത്തരം മൃഗങ്ങളൊക്കെ വന്നിട്ട് മനുഷ്യരെ ഉപദ്രവിക്കുമ്പോൾ അപ്പോൾ എന്താ പറയുക, വനമന്ത്രി രാജിവെക്കണമെന്നും, ഇപ്പോൾ UDFന്റെ ഭരണകാലത്ത് വനമന്ത്രി രാജിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല, വനമന്ത്രിയെ കുറിച്ച് പോലും ചർച്ചയില്ല എന്നുള്ള അവസ്ഥ വരുമ്പോൾ അതിലെന്തോ പ്രശ്നമുണ്ടല്ലോ മാധ്യമങ്ങളെ എന്ന് മാത്രമാണ് ഞാൻ ഉന്നയിക്കുന്ന വിഷയം. ഇങ്ങനെ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ടല്ലോ മാധ്യമങ്ങളെ. നിങ്ങളെ ഭാഷക്കൊന്ന് മയപ്പെടുത്തിയിരിക്കുന്നത്? പിണറായി വിജയനുള്ള സമയത്ത് നിങ്ങളെ ഭാഷയൊക്കെ ശക്തമായിരുന്നല്ലോ. ഇപ്പം നിങ്ങളെ മലയാളം ഡിക്ഷണറിയൊക്കെ നിങ്ങൾ കുഴിച്ചിട്ടോ? ഇത് മാത്രമാണ് നമ്മുടെയൊക്കെ ചോദ്യം. അപ്പോൾ ഇവർക്കും ജോലി അവകാശപ്പെട്ടതാണ്. പെട്ടെന്ന് തന്നെ ജോലി കൊടുക്കുക തന്നെ വേണം. ബൈ.